വക്കീലെ, നമ്മളൊക്കെ കരുതിയതുപോലെ ഇ ഡിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥർ ട്രസ്റ്റ് വർത്തിയല്ല, അവർ വിശ്വസിക്കാൻ കൊള്ളില്ല. അതിലാണ് കയറി പിടിച്ചിരിക്കുന്നത് റെജി ലൂക്കോസ്. അദ്ദേഹം ചില ഉദാഹരണങ്ങളൊക്കെ ഇവിടെ നിരത്തുകയുണ്ടായി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, 1, 2 അല്ല പോട്ടെ 12 എന്ന് പറഞ്ഞ അദ്ദേഹം കണക്ക്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 12 പേരിൽ ഒതുങ്ങുന്നതല്ലല്ലോ. അപ്പോൾ നോക്കൂ, അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ നടന്ന അന്വേഷണം അതിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മാത്രമല്ല, രാധാകൃഷ്ണനെ പോലുള്ള വിശുദ്ധരെയൊക്കെ പ്രതി ചേർത്തു എന്ന് പറഞ്ഞാണ് ഇവരുടെ വിലാപം. ഇനി വരാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ്. എന്താണ് റെജിയുടെ വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാനിതിൽ റെജി സാറ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ എന്താ വെച്ചാൽ, ഇ ഡിയെ കുറ്റം പറഞ്ഞു. എൻ്റെ ചോദ്യം റെജി സാറിൻ്റെ അടുത്ത്, ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നല്ലോ, എന്തുകൊണ്ട് ഒന്നും റിക്കവർ ചെയ്തില്ല? ഇപ്പം ഇ ഡി ഏകദേശം 160 കോടിയോളം റിക്കവർ ചെയ്തു. ക്രൈംബ്രാഞ്ച് ഇതിനു വേണ്ട യാതൊരു നടപടിയും അന്ന് ചെയ്തില്ല. അത് ക്രൈംബ്രാഞ്ച് മോശമായിട്ടാണോ? അന്ന് അത് സമ്മതിക്കണം. അത് പാവങ്ങളുടെ പണമാണെന്നുള്ളത് റെജി സാർ എന്തായാലും സമ്മതിക്കില്ലോ. അടുത്തൊരു ചോദ്യം റെജി സാർ തന്നെ പറയണം അന്വേഷിച്ചിട്ട്. അതായത് ഏതൊരു ഡിബേറ്റിലായാലും വിളിച്ചോളൂ, വരാം. ഈ കരുവന്നൂരിലെ മെയിൻ പ്രതികളായ ഈ പറയുന്ന അരവിന്ദാക്ഷനായാലും ഈ സതീശനായാലും കോലഴി സതീശൻ, ഇവരെന്നൊക്കെയാണ് കൂടുതൽ റിക്കവറി. പിന്നെ ഒരു അനില്, ഇവരുമായിട്ടൊന്നും ഈ രാധാകൃഷ്ണന് ബന്ധമുണ്ടോ ഇല്ലയോ? പാർട്ടി പ്രവർത്തകർ എന്നുള്ള നില വിടൂ. കാരണം നമുക്കറിയാം, ഈ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം ഒരു കർഷകൻ, എല്ലാം ഞാൻ സമ്മതിച്ചു. ഇവരുമായിട്ട് നിരന്തരം എല്ലാ ദിവസവും ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഇവരെ പറ്റി ഒരു പരാതി വന്നു, പോട്ടെ കരുവന്നൂരിനെ പറ്റി ഒരു പരാതി വന്നു. എന്തുകൊണ്ട് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണൻ ഒരു നടപടി എടുക്കാതെ വെച്ചോണ്ടു? അതിനൊരു ഉത്തരം പറയണ്ടേ? പിന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ ഇത് പറയുന്നു, നിങ്ങളുടെ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്, എന്തേ ക്രൈംബ്രാഞ്ചിന് നടപടി ഒന്നും എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡിയിലെ ചില മലയാളി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഞാനത് നമ്പ്യാരെ പറഞ്ഞല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന്. അവരെ വെച്ച് ഇത് ചാർജ് ഷീറ്റ് വരാറായി എന്ന് മനസ്സിലാക്കി. ഇത് ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണോ? കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു ഓഡിറ്റർ, ഒരു ഇടനിലക്കാരൻ, ഇ ഡി ഉദ്യോഗസ്ഥരെ കണക്ട് ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പുറത്തു വരാത്തെ? ഉണ്ടെങ്കിൽ വരണം. ഇ ഡി ഉദ്യോഗസ്ഥരെയും നമ്മൾ വെള്ളം പൂശണ്ട. കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥനായാലും പോണം. റെജി സാർ അത് പറയണം. പിന്നെ റെജി സാർ പറഞ്ഞൊരു കാര്യം, ഈ സൊസൈറ്റിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സൊസൈറ്റി നിങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് LDF ആണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ജയിച്ചു വരുന്നത് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം, നിങ്ങളുടെ ബിന്ദു ടീച്ചർ ലീഡ് ചെയ്ത സ്ഥലത്ത് എങ്ങനെയാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്തത്? അതിനൊരു ഉത്തരം പറയൂ. തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ വെച്ച് ബാക്കി എല്ലാവരുടെയും ലീഡ് ചെയ്തത് അത് റെജി സാർ ഒന്ന് കാണൂ. അത് ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്? ഈ സാക്ഷരതയുള്ള ജനം ഈ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീഴുക അല്ലല്ലോ. ആ ഇരിഞ്ഞാലക്കുടക്കാർക്ക് പോലും മനസ്സിലായി, റെജി സാറെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. കാരണം റെജി സാറിന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിലൊക്കെ കുറെ തട്ടിപ്പ് നടന്നു. എന്നാൽ ആ തട്ടിപ്പ് തന്നവരെ ഇപ്പോ നിങ്ങൾക്ക് പറയാം, നല്ല വലിയ സ്ഥാനത്ത് ഇരുന്നവരെ പെട്ടെന്ന് തടയാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കി, അത് വലിയ പാവങ്ങളുടെ പാർട്ടിയുടെ പാർട്ടിയല്ല. പാവങ്ങളുടെ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്, ഇപ്പൊ നമ്പ്യാർ പറഞ്ഞ പോലെ പാട്ടപ്പിരിവിലൂടെ അറിയപ്പെടുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ്. എന്തുകൊണ്ട് റെജി സാറെ ഒരു CPM നേതാവ്, എത്രയോ പ്രസിദ്ധരുണ്ട്, ഒരാള് പോലും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പരസ്യമായിട്ട് വരുന്നില്ല? ഇപ്പൊ തന്നെ സാറ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ എലക്ഷൻ പ്രമാണിച്ച് നിലമ്പൂർ ഇലക്ഷനും ഇതും തമ്മിൽ എന്ത് ബന്ധം? തൃശ്ശൂർ കരുവന്നൂർ കാര്യം നിലമ്പൂർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുള്ള എന്ത് കിട്ടുന്നു? നമ്മൾ ഈ കാര്യം പറയുമ്പോൾ പോളണ്ടിനെ കുറിച്ചും ഹംഗറിയെ കുറിച്ചും ഒന്നും പറയരുതെന്ന് പറഞ്ഞ പോലെയല്ല. നമ്മളിവിടെ കരുവന്നൂരിന്റെ ഡിസ്കഷൻ, കരുവന്നൂരിൽ എന്ത് സംഭവിച്ചു, അതിൽ പാർട്ടി. പിന്നെ ഒരു കാര്യം കൂടി നമ്പ്യാർ ശ്രദ്ധിച്ചോളൂ, ഈ പാർട്ടിക്ക് എല്ലാ സൊസൈറ്റി മേലും, അതായത് പാർട്ടി ഭരിക്കുന്ന സൊസൈറ്റികളിൽ മേൽനോട്ടം വഹിക്കാൻ ജില്ലാ കമ്മിറ്റിന്ന് ഒരാളുണ്ട്. ഇല്ല എന്ന് വെച്ചാൽ റെജി സാർ പറയട്ടെ, ഞാൻ തരാം. തൃശ്ശൂര് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഓരോന്നിനും ഓരോരുത്തരുണ്ട്. ഞാനൊരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസറുടെ മുമ്പാകെ രേഖ കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്,
ഈ കുട്ടനെല്ലൂര്, അതുപോലെ അയ്യന്തോള്, ഇനി കുന്നംകുളം, അവിടെയും കള്ളത്തരം നടന്നിട്ടുണ്ട്. ഇത് എടുക്കാൻ അവരിപ്പോ ടേക്കപ്പ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കരുവന്നൂർ ഈസ് എ ബിഗസ്റ്റ് വൺ. ഇതിപ്പോ ടേക്കപ്പ് ചെയ്താൽ എല്ലാവരും പൈസ വിഡ്രോ ചെയ്യും, പാവങ്ങൾക്ക് പൈസ കിട്ടാതെയോ കുറെ പേർക്ക്. അതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മളിവിടെ റൈസറെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യണം, ഞാനില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങളായാലും ആരായാലും അവരവരുടെ പാർട്ടി വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നോക്കും. പക്ഷേ ഇവിടുത്തെ ചോദ്യം പാർട്ടിയുടെ ജില്ലയിലെ തലപ്പത്തുള്ള 3 പേര്, MM വർഗീസ്, AC മൊയ്തീൻ, അതുപോലെ തന്നെ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ ജില്ലയുടെ ടോപ്പാണ്. അവര് 3 പേരുടെ അടുത്ത് പരാതി വന്നിട്ട് അനങ്ങിയില്ലല്ലോ. പിന്നെ സാറ് പറഞ്ഞു എന്താ സൊസൈറ്റി രജിസ്ട്രാറിന്റെ മുമ്പില്, ഓഡിറ്ററുടെ മുമ്പിൽ. ഇതൊക്കെ ഇവിടെ ഉണ്ടായി, അപ്പോഴും മിണ്ടാണ്ടെന്നു. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണോ രാധാകൃഷ്ണൻ? അല്ല, അദ്ദേഹം MA കാരനാണ്. AC മൊയ്തീൻ എനിക്കറിയില്ല, സോറി. ഞാൻ മനസ്സിലാക്കുന്ന MM വർഗീസ് ഏട്ടൻ പഴയ കാലത്തെ MA കാരനാണ്. അപ്പൊ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരുമല്ല. ഒരു ഇല്ലറ്ററേറ്റ് ആണെങ്കിൽ പറ്റിക്കാം. ഇത് അങ്ങനെയാണോ? അല്ല. അപ്പോ ഈ കാര്യങ്ങളിൽ വഷളാക്കിയത് രജിസ്റ്ററെ പാളിപ്പോയാൽ അത് പാളിന്ന് തന്നെ സമ്മതിക്കണം. അതുകൊണ്ടാണ് ഇപ്പോ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ ഇവിടെ അഗ്രികൾച്ചറൽ രജിസ്റ്റർ പറഞ്ഞുകൊണ്ട് പറയാ, കർഷകരുടെ ഒരു പരിപാടി ഇവിടെ നടന്നു. ഞാൻ മനസ്സിലാക്കിയത് 12 കോടി പിരിച്ചു എന്നാ പാർട്ടി പ്രവർത്തകരായ ഇൻഫർമേഷൻ തന്നത്, വെറുതെ ഒന്നല്ല. അതിന് കണക്ക് വെച്ചിട്ടില്ല ഇതുവരെ. ജില്ലാ കമ്മിറ്റി, ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടന്നു, 10 കോടി റുപ്യ പിരിച്ചേക്കണേ, കണക്ക് വെച്ചിട്ടില്ല. അത് പാർട്ടിക്കാരുടെ ഉള്ളിലെ വിഷമങ്ങൾ. അതൊക്കെ അവർക്ക് പറയാൻ പറ്റാത്തത്. ഇതൊരു കേഡർ പാർട്ടിയാണ്. അവരെപ്പോഴും നല്ല സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർ അവരവരുടെ പാർട്ടിയുടെ കാര്യം പാർട്ടി ഫോറത്തിൽ പറയുന്നു. പക്ഷേ ഇതെല്ലാം പുറത്തു വന്നത് എങ്ങനെ? ഇപ്പൊ പഴയ കാലത്ത് മിനിറ്റ്സ് പുറത്തു വന്നു. അന്ന് കോൺഗ്രസിന്റെ അനിലക്കരെ അത് പറഞ്ഞപ്പോ പറഞ്ഞു, ഇതെങ്ങനെ പാർട്ടി മിനിറ്റ്സ് പുറത്തു വരുന്നത് എങ്ങനെയാ? 8 പേരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അവർ കാണാതെ ഒരു സാധനം പുറത്തെങ്ങനെ വരുന്നു? ഇതുപോലെയാണ് ഓരോ വിഷയങ്ങളിലും. നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആര് കള്ളത്തരം ചെയ്താലും അത് എക്സ്പോസ് ചെയ്യപ്പെടണം. അതല്ലാതെ ഇവിടെ ഇത് ചെയ്തു, അത് മറ്റേതിന്റെ ജാർഖണ്ഡിന്റെ കാര്യം നമുക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ജാർഖണ്ഡിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ സിസോഡിയയ്ക്ക് സംഭവിച്ചതോ, അരവിന്ദ് കെജ്രിവാൾ, ഈ പറയുന്ന കപിൽ സിബൽ അന്നും ഉണ്ടല്ലോ, ആദ്യം മുതലേ ആർഗ്യുന്നുണ്ടല്ലോ. അതെ. അപ്പൊ കോടതി ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോ, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെയുള്ളതല്ല. അത് ഏത് കോടതിയും ഇങ്ങനത്തെ കേസുകളിൽ കുറെ കഴിയുമ്പോൾ ചാർജ് ഷീറ്റൊക്കെ വരാൻ ഡിലേ ആവും എന്നുള്ള കാരണമൊക്കെ പറഞ്ഞിട്ടാണ്. ഏത് ജഡ്ജ്മെന്റിലാ സാറേ? ഒന്ന് പറയൂ. 1 2 ഇതല്ലാതെ സാറ് പറഞ്ഞ പോലെ 12 13 ഒക്കെ പറഞ്ഞു. കേരളത്തിൽ സാറിന് നന്നായിട്ട് അറിയാം, ED-യിൽ ഇരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥ മലയാളികളുണ്ട് സാർ? അവരെയൊക്കെ തള്ളി പറയുമോ? ഡെപ്യൂട്ടേഷനിലുള്ള എത്ര പേരുണ്ട്? അവരൊക്കെ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയവരില്ലേ അവിടെ? അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കളവ് നടന്നിട്ടുണ്ടോ ഇല്ലയോ തെളിയിക്കപ്പെടട്ടെ. ഇപ്പൊ എന്തായാലും പിന്നെ സുപ്രീം കോടതി വരെ എല്ലാവർക്കും ഡിഫെൻഡ് ചെയ്യാം. സുപ്രീം കോടതി വിധി പറയുന്നത് വരെ ഈ കോടതിയിൽ കഴിഞ്ഞ അടുത്ത കോടതി. പക്ഷെ നമ്പ്യാർജി, ഞാൻ ഇതിൽ വീണ്ടും പറയുന്ന ഒരു കാര്യം എല്ലാ പാനലിസ്റ്റുകളുടെയും ശ്രദ്ധയ്ക്ക്, അതായത് ഇത് ശരിക്കും വന്നാൽ എറണാകുളത്ത് നിന്ന് മാറ്റണം. കാരണം എറണാകുളം പ്രിൻസിപ്പൽ DJ ഇതിലെ ഒരു പ്രതിയുടെ മകളാണ്. ഇത് അവിടുന്ന് മാറ്റണം. അവരുടെ അണ്ടറിലുള്ളൊരു ജഡ്ജിയാണ് നടത്തുന്നത്. ഞാൻ ആ കാര്യത്തിൽ ജുഡീഷ്യറിയുടെയൊക്കെ കഥ പറഞ്ഞു. ഞാനൊരു അഭിഭാഷകനാണ്. എല്ലാവിടെയും ചെറിയ ചെറിയ തോതുകളിൽ പലതും സംഭവിക്കുന്നു. ഇപ്പൊ ദിലീപിന്റെ കേസ് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഏതൊരു വിദ്യാർത്ഥി മരിച്ചതിൻ്റെത് ആ കോടതിയിൽ നിന്ന് മാറ്റി. കാരണം ഞങ്ങൾക്കറിയാം ആ പറയുന്ന ഇതിൽ നിന്ന് മാറ്റേണ്ടത്, അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ജഡ്ജിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രിൻസിപ്പൽ DJ അവരുടെ അണ്ടറിലാണ് ഇവരൊക്കെ വരിക. അപ്പൊ എന്തെങ്കിലും ഒരു ഇതില് ന്യായമായിട്ടൊരു നടക്കണമെങ്കിൽ, കാരണം ആ പ്രിൻസിപ്പൽ ജഡ്ജി ഇപ്പൊ കൊല്ലങ്ങളായിട്ട് ഈ ദിലീപിന്റെ കേസ് അന്വേഷിക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവരുടെ അച്ഛനാണ് ഇതിലെ ഒരു പ്രതി. അപ്പോൾ അത് ശരിയായൊരു നടപടിയല്ല, അത് മാറ്റണം. അവിടുന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് ഇതിന്റെ ട്രയൽ മാറ്റേണ്ട ഒരു ഇത് വേണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെങ്കിൽ പിന്നീട് ഇതായിരിക്കും അടുത്ത അലിഗേഷനായിട്ട് പൊന്തി വരിക. അത് നേരത്തെ കൂട്ടി പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ പല അലിഗേഷൻസ് വരുമ്പോഴും ഇപ്പൊ രജി സാറ് പറഞ്ഞു, CBI അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിലെല്ലാം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചാനലിലെടുത്തപ്പോൾ നമ്പ്യാർ വരെ പഴയ SFI കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അതുപോലെ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ആ ലീനിയൻസി പോലും പാടില്ല. പഴയ കാലത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലത്തെ ഫേമസ് ആളുകൾ ഒരുപാട് പേര് നല്ലുണ്ട്. ജസ്റ്റിസ് ബസന്ത് അങ്ങനെയുള്ളവരൊക്കെ വളരെ ഫേമസ്, ഒരു കുലുക്കമില്ലാതെ നിന്നവര്. പക്ഷെ ഇപ്പൊ ജുഡീഷ്യറിൽ കാണുന്നത് കണ്ടില്ലേ, ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുക്കുന്നു, അത് അന്വേഷിക്കാൻ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനും, പിന്നെ ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. ഈ പറയുന്ന കരുവന്നൂർ സൊസൈറ്റി രജിസാർ പറഞ്ഞു, ഇതില് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം, തെറ്റുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നു. ഇതിനെപ്പറ്റി കൃത്യമായി രജിസ്ട്രാറിൻ്റെ അവിടെയും ഓഡിറ്റർ ജനറലിൻ്റെ അവിടെ നിന്നൊക്കെ പരാതി, കൃത്യമായിട്ട് ഇതിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന രാധാകൃഷ്ണനോ ഈ പറയുന്ന AC മൊയ്തീനോ ഈ പറയുന്ന MM വർഗീസോ മിണ്ടാണ്ടിരുന്നു? അന്ന് ഇവർക്ക് ആക്ട് ചെയ്യാലോ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ റിക്കവറി നടത്തിയില്ല ഇത്ര അധികം? ഇനി രജി സാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ, ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ആയാലും ലോക്കൽ ആളുകൾ ഒന്നും ചെയ്യാത്തൊരു കാര്യം, ഈഡിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈട് വെച്ച ഭൂമികളുടെയൊക്കെ ഹൈക്ക് ചെയ്തിട്ടാണ് ലോൺ കൊടുത്തേക്കണേ. നമ്പ്യാരി പറഞ്ഞ പോലെ, ശിവശങ്കർ സാറും പറഞ്ഞു, ആ കൊടുത്തിട്ടുള്ള ലോൺ ചെന്ന് പരിശോധിക്കുമ്പോൾ കാണാം അങ്ങനെ ഒരു ഭൂമിയെ കാണില്ല. അപ്പൊ വേറെ കേസ് എടുക്കേണ്ടി വരും. കാരണം വ്യാജരേഖ ചമച്ച് ലോൺ എടുത്തതിൻ്റെ അതുകൂടി പുറത്തു വരും. അപ്പൊ അത് വരുമ്പോൾ നമ്പ്യാരി പറഞ്ഞ പോലെ കുറച്ച് പേരും കൂടി പിന്നീട് കുത്തിപ്പൊങ്ങി വരുമ്പോൾ, തെളിവുകൾ പുറത്തു വരുമ്പോൾ കാണാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, രജി സാറെ നോക്കിക്കോളൂ, ഇതിന്റെ മൊഴിപ്പകർപ്പ് സാറൊന്ന് എടുത്തോളൂ. 100ൽ 200% നിങ്ങൾക്ക് കാണാം മൊഴി കൊടുത്തതിൽ പാർട്ടി അംഗങ്ങൾ തന്നെയുണ്ട്. അത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ അംഗമല്ല കേട്ടോ. ഇപ്പോൾ ഏരിയ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ആൾ പോലും AC മൊയ്തീനും അതുപോലെ രാധാകൃഷ്ണനും MM വർഗീസിനും എതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. വക്കീൽ, ഒരു കാര്യം കൂടി, അതായത് ഇതിനെ ഇപ്പോൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെട്ടെന്നൊന്നും ഇതിൻ്റെ ട്രയലിലേക്ക് പോവില്ലല്ലോ, വിചാരണയിലേക്ക് പോവില്ലല്ലോ. ഇവർക്ക് ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, അതിനുള്ളൊക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയമായും നിയമപരമായി, രാഷ്ട്രീയമായി പറയട്ടെ, ഇതുപോലുള്ള ആരോപണങ്ങളാണല്ലോ, പക്ഷേ നിയമപരമായി ഇത് ക്വാഷ് ചെയ്യാനുള്ള, ഈ കുറ്റപത്രം റദ്ദാക്കാനുള്ള ആ സാധ്യതകൾ തേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെത്രത്തോളം സാധ്യതയുണ്ട്? അങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുറ്റപത്രം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ? താങ്കൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കാലത്തും ഇത് ചെയ്യില്ല. പിന്നെ ഇവർക്ക് അണികളുടെ ഇടയിൽ പറയാൻ വേണ്ടി നിയമപ്രകാരം ഇത് നിലനിൽക്കില്ല. ഇത് അതിനൊന്നുമല്ല. ഇത് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉത്തരം വേണം. ഇത് ഈ കേസുകളിൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഈ 87 പേർക്കും ഇൻവോൾവ്മെന്റ് എന്താണെന്ന് വ്യക്തമായിട്ട് ഈ പറയുന്ന ED കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് എന്തായാലും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഇത്രയും ഹൈ മാഗ്നിറ്റ്യൂഡുള്ള കേസും ഒരു കാലത്തും പെട്ടെന്നൊന്നും പറ്റില്ല. ഇവർ ശ്രമിക്കുക, ലോവർ കോടതിയിൽ കൊടുക്കും, അവിടെ തള്ളിയാൽ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ മേടിച്ചിടുക. ഇതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ.